സെപ്റ്റംബർ മാസത്തിൽ എത്ര ശതമാനത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം നിക്ഷേപകരുടെ ഇടയിൽ നിലനിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസും S&Pയും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ നാസ്ഡാക്ക് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. മുമ്പ് ഫെഡ് തീരുമാനിച്ചത് വരുന്ന 3 മാസങ്ങളിൽ, അതായത് സെപ്റ്റംബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല നിക്ഷേപകരും അല്ലെങ്കിൽ പല അനലിസ്റ്റുകളും പറയുന്നത് 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഈ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ട്രഷറി മാർക്കറ്റിലും ബോണ്ട് ഈൽഡ് മാർക്കറ്റിലും ഒരു ഇടിവ് കാണാൻ സാധിച്ചു. ട്രഷറി റേറ്റ് 4 ബേസിസ് പോയിൻറ്റ് ഇടിഞ്ഞ് 3.54% എത്തുകയും 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 3 ബേസിസ് പോയിൻറ്റ് ഇടിഞ്ഞ് 3.62% എത്തുകയും ചെയ്തു. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടി പരിഗണിക്കാവുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് വരുൺ ബിവറേജ് ലിമിറ്റഡ്. സ്പ്ലിറ്റിന് ശേഷം വരുൺ ബിവറേജ് കഴിഞ്ഞ ദിവസം 3.4% ഇടിഞ്ഞ് 624 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.5, ഡിവിഡൻഡ് ഈൽഡ് 0.16, 52 വീക്ക് ഹൈ 681, 52 വീക്ക് ലോ 331. വരുൺ ബിവറേജ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 3% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 25% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 71% റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. ടെക്നിക്കലി ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 600 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 600 സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് അഡ്ജസ്റ്റഡ് പ്രൈസ് റേറ്റാണ്. ഈ 600-നടുത്ത് സ്റ്റോക്ക് എത്തുമ്പോൾ സ്റ്റോക്കിൽ മികച്ച രീതിയിലുള്ള ബൈയിങ് ഇനിഷ്യേറ്റ് ആവാറുമുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ 621-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 650, 675 തുടങ്ങിയ റേഞ്ചുകളിൽ നിന്നും പ്രൈസ് റിജക്ഷൻ വന്ന സ്ഥിതിക്ക് സ്റ്റോക്ക് 600 എന്ന സപ്പോർട്ടിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് വരുൺ ബിവറേജ് പോലുള്ള ക്വാളിറ്റി സ്റ്റോക്കുകളെ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 500, 600 പോലുള്ള സ്റ്റോക്കുകളുടെ സപ്പോർട്ട് സോണിനെ പരിഗണിക്കേണ്ടതാണ്. രണ്ടാമത്തേത് CDSL. ട്രെൻഡ് റിവേഴ്സൽ വരാൻ സാധ്യതയുള്ളതും ട്രെൻഡ് റിവേഴ്സലിന് ആവശ്യമായ സിഗ്നൽ നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് CDSL. ടെക്നിക്കലി സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ വന്നതിന് ശേഷം 1444 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPOയോടുകൂടി അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന പല IPOകളും മികച്ച രീതിയിൽ ഹിറ്റ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ BSE, NSE പോലുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും CDSL പോലുള്ള ഡെപ്പോസിറ്ററികളിലെയും ആക്ടിവിറ്റി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം BSE, CDSL പോലുള്ള സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. BSEയുടെ മന്ത്ലി ട്രേഡിംഗ് ആവറേജ് വോളിയമായ 8 ലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 33 ലക്ഷത്തിൻ്റെ ട്രേഡിംഗ് വോളിയമാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ഇതിന് പ്രൊപ്പോർഷണലായ അക്കൗണ്ടിംഗ് CDSL എന്ന ഡെപ്പോസിറ്ററിയിലും കാണാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡെപ്പോസിറ്ററി ഡിമാറ്റ് സർവീസ് പ്രൊവൈഡിംഗ് കമ്പനി, സ്റ്റോക്ക് മാർക്കറ്റ് ഡെപ്പോസിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള BSE, NSE പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ച് ആൻഡ് ഡെപ്പോസിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത്. ഇവിടെ BSE എന്ന കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മികച്ചതായിരുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് 264% വർദ്ധിച്ച് 72 കോടിയിൽ നിന്നും 265 കോടിയിലേക്ക് ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ജനുവരി മാർച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ ഏകദേശം 406 കോടിയിൽ നിന്നും 488 കോടിയിലേക്ക് ഉയരുകയും 43% വളർച്ച കൈവരിക്കുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ 270 കോടിയിൽ നിന്നും 284 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 33%-ൽ നിന്നും 47%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. BSE പോലുള്ള എക്സ്ചേഞ്ചുകളിൽ ട്രേഡിങ്ങും അതുപോലെ തന്നെ കൂടുതൽ പാർട്ടിസിപ്പൻസും ഉയരുന്നതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. BSE എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് CDSL എന്ന സ്റ്റോക്കിനെ പരിഗണിക്കുന്നത്. CDSL എന്ന സ്റ്റോക്കിൽ കറക്ഷന് ശേഷം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് അവസാനിച്ച് സ്റ്റോക്ക് അപ്വേർഡ് ട്രെൻഡിലേക്ക് നീങ്ങാൻ തുടങ്ങുകയുമാണ്. 1500, 1550, 1600 പോലുള്ള ടാർഗറ്റുകൾ CDSL എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.